ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ നിമിഷം ഈ ഒരു നിമിഷം. എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1982 റിലീസായിട്ടുള്ള പാലങ്ങൾ എന്ന ചിത്രത്തിൽ ശ്രീമതി വാണി ജയറാം പാടിയ ഏതോ ജന്മകൽപ്പനയിൽ എന്ന ഗാനത്തിൻ്റെ നൊട്ടേഷനാണ്. ഇതൊരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീ പൂവച്ചൽ ഖാദറാണ്. സംഗീതം കൊടുത്തിരിക്കുന്നത് ജോൺസൺ മാഷുമാണ്. ഇത് ബേസിക്കലി ഹംസധ്വനി രാഗത്തിൻ്റെ കുറച്ചേറെ ഛായയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഹംസധ്വനിയുടെ പേരൻ്റ് രാഗമായിട്ടുള്ള ശങ്കരാഭരണത്തിൻ്റെ സ്വരങ്ങളും, അതായത് ചതുശ്രുതി ദൈവതം, ശുദ്ധമധ്യമൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ ഒത്തിരി പ്രയോഗങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാടി നോക്കാം, പല്ലവി പാടി നോക്കാം. ഞാൻ ശ്രുതി എടുത്തിരിക്കുന്നത് സി ഷാർപ്പാണ്, 1.5 കട്ട. ഇതിൻ്റെ ഒറിജിനൽ ശ്രുതി ഡി ഷാർപ്പാണ്, 2.5 കട്ടയിലാണ് ഇത് വാണിയമ്മ പാടിയിരിക്കുന്നത്. അപ്പം ഇത് പാടി പ്രാക്ടീസ് ചെയ്ത ശേഷം ഓരോരുത്തർക്കും കംഫർട്ടബിളായിട്ടുള്ള ശ്രുതിയിൽ പാടുക. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഏതോ സാരീരികാഗരി ഏതോ ജന്മ കൽപ്പനയിൽ ഗരി ഗഗപഗ സാരീരികാഗരി ഗരി ഗഗപഗ ഏതോ ജന്മ കൽപ്പനയിൽ. അടുത്തതും ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഏതോ ജന്മവീഥികളിൽ സാരീരികാഗരി ഗരി ഗഗപഗ ഏതോ ജന്മവീഥികളിൽ ഇന്നും ദൈവതം വന്നിട്ടുണ്ട്. അതുവരെ ഹംസധ്വനിയുടെ സ്വരങ്ങളായിരുന്നു. അവിടെ ദൈവതം ചേർത്ത് നീ വന്നു ഇന്നും നീ വന്നു ഒരു നിമിഷം നിത പഗപ നിത പഗപ ഈ ഒരു നിമിഷം ധനിത പഗപ ഒരു നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും പാപദപ വീണ്ടും നമ്മളൊന്നായി രീ 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 രി ഗരിസ നമ്മളൊന്നായി ഇന്നും നീ വന്നു ഒരു നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. അത്രയുമാണ് പല്ലവി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു ഒരു നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. അത് കഴിഞ്ഞിട്ട് പല്ലവി പിന്നെ പാടുമ്പോഴത്തേക്ക് ഏതോ ജന്മ
ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഗഗസാപഗഗ എന്ന് വരും എൻഡിൽ. അതായത് പല്ലവി പാടി നിർത്തുന്നത് എങ്ങനെയാണ്? ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഗഗസാപഗഗ. അത്രയുമാണ് പല്ലവി വരുന്നത്. നമുക്ക് അനുപല്ലവി നോക്കാം. പൊന്നിൻ പാളങ്ങൾ എങ്ങോ ചേരുന്നേരം വിണ്ണിൻ പൊന്നിൻ പരിസരിസ പൊന്നിൻ പാളങ്ങൾ എങ്ങോ ചേരുന്നേരം സാനി പഗ സാസനി പഗ പ പാളങ്ങൾ എങ്ങോ ചേരുന്നേരം വിണ്ണിൻ പരിസരിസ. അതാണ് ആദ്യത്തെ വരി വരുന്നത്. പൊന്നിൻ പാളങ്ങൾ എങ്ങോ ചേരുന്നേരം വിണ്ണിൻ. അവിടെ ഒരു ഹമ്മിങ് വരുന്നുണ്ട്. അത് മെയിൽ പോർഷനാണ്. അങ്ങനെ വരും ഹമ്മിങ്. അപ്പം പൊന്നിൻ പാളങ്ങൾ എങ്ങോ ചേരുന്നേരം വിണ്ണിൻ താളം കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും പൊന്നിൻ പാളങ്ങൾ എങ്ങോ ചേരുന്നേരം വിണ്ണിൻ മോഹങ്ങൾ സാനി പഗ മോഹങ്ങൾ മഞ്ഞായി വീഴുന്നേരം മോഹങ്ങൾ മഞ്ഞായി വീഴുന്നേരം. അതേ സെയിം സ്വരം തന്നെ. സാനി പഗ സാസനി പഗ പ കേൾക്കുന്നു കേൾക്കുന്നു നിൻ ഹൃദയത്തിൻ നിൻ ഹൃദയത്തിൻ അതേ അതേ നാദ അതേ ദരി ദരി അതേ നാദ ദപ എന്നിൽ പപദമമഗരി എന്നിൽ ഏതോ അങ്ങനെ പോവും. അതേ നാദമെന്നിൽ ഏതോ ജന്മ. ഒന്നുകൂടെ പാടി നോക്കാം അനുപല്ലവി. പൊന്നിൻ തുടങ്ങുന്നത് സമത്തില്. പൊന്നിൻ പാളങ്ങൾ എങ്ങോ ചേരുന്നേരം വിണ്ണിൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും പൊന്നിൻ
പല്ലവിയിലേക്ക് പോകുമ്പോൾ ചെറിയ ഒന്നിനടുത്ത് ചെറിയ വ്യത്യാസമുള്ളത് ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവിധികളിൽ ഇന്നും നീ വന്നു അവിടുത്തെ ആ നിഷാദം ഇതിലൊന്നും ഇല്ലാത്ത ഒരു കൈശിക നിഷാദത്തിൻ്റെ ഛായയാണത് അവിടെ. വന്നു ഒരു നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. അവിടെയും ചെറിയ വ്യത്യാസം. നമ്മളൊന്നായി വീണ്ടും നമ്മളൊന്നായി ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവേദികളിൽ. അതാണ് അനുപല്ലവി വരുന്നത്. നമുക്ക് ചരണം നോക്കാം. ചരണം ഇത് തന്നെയാണ്, ഇതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് പാടി നോക്കാം. ചൊല്ലാതെ വിങ്ങും ഓരോ വാക്കും കണ്ണിൽ ആ ഹമ്മിങ് അതേപോലെ തന്നെ ചരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചൊല്ലാതെ വിങ്ങും ഓരോ വാക്കും കണ്ണിൽ ഏതോ ജന്മകൽപ്പനയിൽ പല്ലവിയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ എൻഡിൽ വരുന്നത് ഏതോ ഏതോ ജന്മകൽപ്പനയിൽ. അത് പല്ലവി ഫുള്ള് പാടി കഴിഞ്ഞിട്ട് ഏതോ ഒരു മുൻകാരം പാടി ഈ പാട്ട് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ആവശ്യപ്പെട്ടവർക്കും അല്ലാതെ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഇത് ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. ഒറിജിനൽ നന്നായി കേട്ട ശേഷം നൊട്ടേഷൻ ആവശ്യമുള്ളവർ ഇത് നൊട്ടേഷനും കൂടെ കേട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സോങ്ങുമായിട്ട് കാണാം. താങ്ക് യു.